ഹേ ഗായ്സ്, ഇത് നമുക്കൊരു ഫ്ലവർ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ? അപ്പൊ അതിന് വേണ്ടി 2.5 mm ഹൂക്ക് സൈസ് ഹൂക്കും 4 പ്ലൈ ആണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. മടി ആയതുകൊണ്ട് ഒരു ഭാഗം മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ ക്ലിപ്പിന്റെ. അപ്പൊ ആദ്യം 6 ചെയിൻ സ്റ്റിച്ച് ഇടാം. നമുക്ക് മൊത്തം 5 പെറ്റൽസ് വേണം. അപ്പൊ ആ പെറ്റൽ എങ്ങനെ ഉണ്ടാക്കണേനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യം 6 ചെയിൻ സ്റ്റിച്ച് ഇടണം. പിന്നെ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലിപ്പിന്റെ രണ്ട് ഭാഗത്തും ഫ്ലവർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാനൊരു ഭാഗം വെച്ച് മാത്രം സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് റൗണ്ട് 1 ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രോഷ, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ, നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുതരാൻ കാരണം വേറെ ഒന്നല്ല, ചില ക്ലിപ്സ് ഇതിലില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എഴുതിയത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഓർത്തിട്ടാണ്. ഒരു സ്റ്റിച്ചിൽ ഇപ്പോൾ 6 ഡബിൾ ക്രോഷ വരുന്നത്, ഇനി അത് ഓരോ സ്റ്റിച്ചിലാണോ വരുന്നത്, അങ്ങനെ ഒരു ഡൗട്ട് വരണ്ടാന്ന് ഓർത്തിട്ടാട്ടോ. ഇപ്പൊ ഇതിൽ 6 ഡബിൾ ക്രോഷ മാത്രം ഒരു സ്റ്റിച്ചിൽ വരുന്നു, ബാക്കിയെല്ലാം ഓരോ സ്റ്റിച്ചിലാട്ടോ ചെയ്യുന്നത്. അങ്ങനെ. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ചിൽ 6 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ വിടർന്ന് വരും, അതായത് പെറ്റൽസിന്റെ വിടർന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് 6 ഡബിൾ ക്രോഷ ചെയ്യുന്നത്. ദെൻ അപ്പുറം സൈഡിലേക്ക് പോയി അതിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ, 2 സിംഗിൾ ക്രോഷ ഓരോ സ്റ്റിച്ചിലും, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. പിന്നെ വേഗം തീരാൻ വേണ്ടിയിട്ട് ചില ക്ലിപ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് ആണ്. അതിൽ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്തു. ദെൻ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം വെച്ചിട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ, ദെൻ ഡബിൾ ക്രോഷ, ദെൻ 5 സ്റ്റിച്ചിൽ ഇൻക്രീസ് ഡബിൾ ക്രോഷ. ഓക്കെ, ഓരോ 5 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ ഇൻക്രീസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ച് ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ, നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം വെച്ച് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ ഇൻക്രീസ്. ദെൻ റൗണ്ട് 3 ഇൻക്രീസ് സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്തു ഫസ്റ്റ് സ്റ്റിച്ചിൽ. ദെൻ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം, ദെൻ ഹാഫ് ഡബിൾ ക്രോഷ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ. നെക്സ്റ്റ് 9 ടൈംസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷ വീതം വെച്ച് ചെയ്യണം. ഓക്കെ, ഓരോ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷ വീതം 9 ടൈംസ്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ ആണ്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ, അതായത് 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ ഇൻക്രീസ്, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുന്നു സിംഗിൾ ക്രോഷ. അതോടുകൂടി നമ്മുടെ പെറ്റൽസ് കംപ്ലീറ്റ് ആയി. ഞാൻ കട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഫ്ലവറിന്റെ അടിയിൽ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു പാർട്ടില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ആ പെറ്റൽസ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്. ഓക്കെ, അതിൽ റൗണ്ട് 1 നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷയാണ് കേട്ടോ. ഓക്കെ, ഇത് പെറ്റൽസ് നമ്മൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെക്കുന്ന അടിയിലത്തെ ഒരു പാർട്ടായിട്ടാട്ടോ. നമ്മൾ 6 പെറ്റൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പെറ്റൽസ് അങ്ങനെ ഉണ്ടാക്കാം. ദെൻ നമ്മൾ ആ മാജിക് റിംഗ് ക്ലോസ് ചെയ്തു. ദെൻ സെക്കൻഡ് റൗണ്ടിൽ 6 ഇൻക്രീസ്, ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസ് വീതം വെച്ച് ചെയ്യണം. പിന്നെ ഞാനിതിന് പൂമ്പൊടി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ റൗണ്ട് 3 ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ, ഒരു സ്റ്റിച്ചിൽ ഇൻക്രീസ്, അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്യണം. ഈ ഒരു ഫ്ലവർ മേക്കിംഗ് സിമ്പിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ. റൗണ്ട് 4 ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ, ദെൻ ഇൻക്രീസ് സിംഗിൾ ക്രോഷ, ദെൻ സിംഗിൾ ക്രോഷ, അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ, പിന്നെ ഇൻക്രീസ്, ദെൻ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം 2 ടൈംസ് ആണ് ആ ഒരു പ്രോസസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ, നെക്സ്റ്റിൽ 2 സിംഗിൾ ക്രോഷ, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വീതം, ദെൻ ഇൻക്രീസ് സിംഗിൾ ക്രോഷ, ദെൻ
സിംഗിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ, നെക്സ്റ്റ് ഇൻക്രീസ്, ദെൻ സിംഗിൾ ക്രോഷ. റൗണ്ട് 5 3 സിംഗിൾ ക്രോഷ, അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വീതം 3 സ്റ്റിച്ചിൽ, ദെൻ ഇൻക്രീസ് 6 ടൈംസ് ചെയ്യാം. ഓക്കെ, അതായത് ഓരോ സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ വീതം വെച്ച് 3 എണ്ണം, ദെൻ ഇൻക്രീസ്, അങ്ങനെ 6 ടൈംസ് ആണ് റൗണ്ട് 5 വരുന്നത്. ദെൻ റൗണ്ട് 6 ആണ്, അതില് സിംഗിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ ആണ്. ദെൻ നെക്സ്റ്റിൽ വരുന്നത് ട്രിപ്പിൾ ക്രോഷ പീകോക്ക്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 2 ചുറ്റുക. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാട്ടോ, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പീകോക്ക് സ്റ്റിച്ച് ട്രിപ്പിൾ ക്രോഷ. അതായത് 2 ചുറ്റിൽ ഇതാക്കിയിട്ട് 2 ലൂപ്പിൽ നിന്ന് നമുക്ക് യാൺ പുറത്തേക്ക് എടുക്കാം. ദെൻ അതിനുശേഷം അടിയിലത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അങ്ങനെ 2 സ്റ്റിച്ചിൽ ചെയ്യുക. അതാണ് പീകോക്ക് സ്റ്റിച്ച്. ദെൻ നെക്സ്റ്റിൽ ഡബിൾ ക്രോഷ, നെക്സ്റ്റിൽ ഹാഫ് ഡബിൾ ക്രോഷ, അങ്ങനെ 5 ടൈംസ്. അതാണ് റൗണ്ട് 6 വരുന്നത്. അതിനുശേഷം നമുക്ക് 5 പെറ്റൽസും കൂടെ ഒരുമിച്ച് കെട്ടി വെക്കാം. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയതിന് ശേഷം അടിയില് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പോർഷൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ക്രാബിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഹെയർ ബാൻഡിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ തോതിൽ മാത്രം ഒരു ഹെയർ ബാൻഡ് കയറ്റാൻ മാത്രം സ്റ്റിച്ച് വ്യത്യാസമുള്ളൂ. അപ്പൊ